ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതി മീരയെ വിളിച്ചിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണേ. അത് കേൾക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, എന്താടി ശ്രുതി, നിൻ്റെ ഈ ജീവിതത്തിൽ മാത്രം എന്താ ദിവസം ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ശ്രുതി പറയും, എനിക്കും അറിയില്ലടി എന്തൊക്കെയായി നടക്കുന്നതെന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, നീ എന്തിനാ അവരെ നിൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ, അതിന് ഞാനാണോ താമസിപ്പിച്ചത്, ആ സച്ചിയും രേവതിയുടെയും പണിയാണ് ഇതെന്നൊക്കെ പറയുമ്പോൾ മീര പറയുന്നുണ്ട്, അതെങ്ങനെയാ എപ്പോഴും ഇവർ നിൻ്റെ മോനും അമ്മയും ആ രേവതിയുടെ കണ്ണിൽ തന്നെ പെടുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതാ എനിക്കും അറിയാത്തേ, എപ്പോഴും അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അപ്പം മുമ്പിൽ രേവതി വന്ന് നിൽക്കും, എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് ശ്രുതിയും പറയുന്നുണ്ടേ. എപ്പം ഞാൻ പിടിക്കപ്പെടുമെന്നോർത്ത് പേടിച്ചാണ് ഞാനിവിടെ കഴിയുന്നതെന്ന് ശ്രുതി പറയുമ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ടേ, ആദി അവൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് പറയുമ്പോഴേക്കും, ഇല്ല അവൻ എന്ത് പറയാനാ, അവൻ്റെ കണ്ണിന് അടിപെട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുമല്ലേ, അതുകൊണ്ട് എന്നെ കണ്ടിട്ടില്ല അവൻ, അതുകൊണ്ട് ഞാൻ അപ്പോൾ മീര പറയും, തൽക്കാലത്തേക്ക് അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു, എന്നാലും ആദിക്ക് നിൻ്റെ സൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ, സൗണ്ട് തിരിച്ചറിഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതാ എനിക്കും പേടി, അതിനു മുമ്പ് അവരെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം. പക്ഷേ സച്ചി അവൻ സമ്മതിക്കത്തില്ല. രേവതിയാണെങ്കിൽ അവളാണ് ആദിയുടെ അമ്മ എന്ന് പറഞ്ഞ പോലെയാണ് നടക്കുന്നതെന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, അവർ തമ്മിൽ നല്ല ബോണ്ടിങ് അല്ലേ, ആ ബോണ്ടിങ് വെച്ചിട്ട് ചിലപ്പോൾ ആദി വല്ലതൊക്കെ രേവതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സംശയമാവുക എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞു വിടണം. ഇപ്പോഴാ കുറച്ച് ദിവസത്തേക്ക് അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അച്ഛനെ പറ്റിയൊന്നും ചോദിക്കാതെ എൻ്റെ അടുത്ത് മര്യാദക്ക് നിൽക്കുന്നത്, അതിൻ്റെ ഇടയിലാണ് ഇവർ കയറി വന്നിരിക്കുന്നത്. ആദിയുടെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് അവർക്ക് സംശയം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. സച്ചിയുടെ കാര്യം അറിയാലോ, എന്തെങ്കിലും ചെറുത് കിട്ടി അവൻ അതിൻ്റെ പുറകേലായിരിക്കും. അതിനു മുമ്പ് എന്തെങ്കിലും അവൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് എനിക്ക് അവരെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നാണ് ശ്രുതി പറയുന്നത്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നടക്കൂടി, സച്ചി രേവതിയും സമ്മതിക്കില്ലല്ലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, പക്ഷേ എനിക്ക് നിൻ്റെ സഹായം വേണം എന്ന് പറയുവാണേ. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, എന്ത് സഹായമാണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. രേവതി ഏതു നേരവും ആദിയുടെ കൂടെയാണല്ലോ, പൂ വിൽക്കാൻ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ രേവതി അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞിട്ട് അമ്മയും മകനെയും എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് പുറത്താക്കാനുള്ള ഒരു ഐഡിയ ആണ് ശ്രുതി മീരയോട് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് രേവതി ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ശ്രുതിക്ക് മാറ്റണം, എന്നാലേ ശ്രുതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് മീരയുടെ ഹെൽപ്പ് ശ്രുതി ചോദിച്ചിരിക്കുവാണ്. അപ്പോൾ മീര അത് ചെയ്യാമെന്നും പറയുന്നുണ്ട്. എന്നിട്ട് മീര രേവതിയെ ഫോണിൽ കൂടി വിളിക്കുവാണ്. അപ്പോൾ രേവതി ഫോൺ എടുക്കുമ്പോഴേക്കും മീരയാന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, മീര എന്താ എൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നത്, ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ, ശ്രുതിക്ക് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, അയ്യോ വേണ്ട, ശ്രുതിക്കൊന്നും കൊടുക്കണ്ട, ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടി, ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഞാൻ രേവതി ചേച്ചിയുടെ നമ്പർ മേടിച്ചിട്ട് ഞാൻ ചേച്ചിയെ തന്നെയാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി വിചാരിക്കുവേ, ഈ മീര എന്താ പതിവില്ലാതെ എന്നെയൊക്കെ വിളിക്കുന്നത്. മീര അപ്പം പറയുന്നുണ്ട്, എനിക്ക് രേവതി ചേച്ചിയുടെ ഒരു സഹായം വേണം. അപ്പം രേവതി ഓർക്കും, മീരയ്ക്ക് എന്ത് സഹായം എൻ്റെ അടുത്തുനിന്ന് കിട്ടാനുള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, ഞങ്ങളുടെ പരിസരത്ത് ഒരു മത്സരങ്ങൾ നടക്കുന്നുണ്ട്, കുറേ അധികം മത്സരങ്ങളുണ്ട്, അതിൽ പൂക്കിട്ടുന്ന മത്സരവും ഉണ്ടെന്ന് പറയുവാണേ. അപ്പോൾ രേവതിക്കും, ഓഹോ അതിനും കോമ്പറ്റീഷൻസ് ഒക്കെ തുടങ്ങിയോ. അപ്പോൾ മീര പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പേരും കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, മീരക്ക് പൂ കെട്ടാനൊക്കെ അറിയോ. എനിക്ക് പൂ കെട്ടാനൊന്നും അറിയില്ല, പക്ഷേ രേവതി ചേച്ചി ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ പേര് കൊടുത്തത്, ഏറ്റവും സ്പീഡിൽ ആര് പോകെട്ടി കഴിയുന്നോ അവർക്കാണ് പ്രൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, ഞാൻ എങ്ങനെ മീരയെ വന്ന് പഠിപ്പിക്കാനാന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയും, പ്ലീസ് രേവതി ചേച്ചിയെ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ പേര് കൊടുത്തത്. രേവതി പറയുന്നുണ്ട്, ഇപ്പോൾ നെറ്റൊക്കെ യൂസ് ചെയ്താൽ നെറ്റിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് പൂ കിട്ടുന്നതൊക്കെ, അതൊക്കെ നോക്കി മീരയ്ക്ക് പഠിച്ചൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, ഇല്ല എനിക്ക് രേവതി ചേച്ചി പഠിപ്പിച്ച് തന്നാൽ മതി, അപ്പം എനിക്ക് എളുപ്പം പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, എന്നാൽ പിന്നെ വേറെ ഏതെങ്കിലും കോമ്പറ്റീഷൻസിൻ്റെ പേര് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, അവിടെ ഉള്ളതിൽ ഈ പൂകെട്ടുന്ന മത്സരമായിരുന്നു ഏറ്റവും എളുപ്പം, അതാ ഞാൻ പേര് കൊടുത്തതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതിനെ പൂകെട്ടൽ അത്ര ഈസി ആയിട്ടുള്ള പണിയൊന്നല്ല എന്ന് പറയുമ്പോൾ മീര വീണ്ടും പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രേവതി ചേച്ചിയെ തന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് മീര നിർബന്ധിക്കുകയാണ് രേവതി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റാനാണല്ലോ ശ്രുതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മീര ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതിയാണെങ്കിൽ പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം നിവൃത്തിയില്ലാതെ രേവതി പറയുന്നുണ്ട്, എന്നാൽ ശരി മീര ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോഴേക്കും മീര പറയും, അങ്ങോട്ടേക്കൊന്നും പറ്റില്ല, രേവതി ചേച്ചി ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, അതെന്താ മീര ഇങ്ങോട്ടേക്ക് വന്ന. അതിനെ മീര കാരണമായിട്ട് പറയുന്നത്, അത് പിന്നെ ആൻറ്റി ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ, ഞാൻ അവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ അതൊരു പ്രശ്നമായി മാറും എന്നൊക്കെ പറയുവാണേ മീര. അപ്പോൾ രേവതി പറയും, അതും ശരിയാണ്, അമ്മയ്ക്ക് ഞാൻ പൂകിട്ടെന്ന് തന്നെ ഇഷ്ടമല്ല, അതിൻ്റെ ഇടയിൽ ഇനി മീരയും കൂടി ഇവിടെ വന്ന് പൂകെട്ടൽ പഠിപ്പിക്കാനും തുടങ്ങിയോ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും.
അപ്പോൾ പിന്നെ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇങ്ങോട്ടേക്ക് വാ പ്ലീസ് എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, എനിക്കിവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട് എന്ന് പറയുവാണേ. അപ്പോൾ മീര പറയുന്നുണ്ട്, എനിക്കറിയാം ചേച്ചി ഒരു ബിസിനസ് നടത്തുവാണെന്ന്, ചേച്ചി ഈ സമയത്ത് എത്ര ഏൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി, ഞാനത് ചേച്ചിക്ക് തരാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഞാൻ പൈസക്ക് വേണ്ടിയൊന്നല്ല മീര ഈ പറയുന്നത്, പൈസ എനിക്ക് തന്നാലും ഞാൻ മേടിക്കത്തില്ല, അത് അങ്ങനെ പറഞ്ഞാൽ ഞാൻ വരത്തുമില്ല എന്ന് രേവതി പറയുവാണേ. അപ്പോഴേക്കും മീര പറയും, അയ്യോ അതല്ല രേവതി ചേച്ചി ബിസിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാന്ന് മീര പറയുന്നുണ്ടേ. അപ്പോൾ രേവതി അതിന് പറയുന്നത്, വീട്ടിൽ കുറച്ച് വേണ്ടപ്പെട്ടവരൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവേണ്ടേ മീരയെ, ഞാൻ വേറൊരു ദിവസം വന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയും, അയ്യോ ഇന്ന് വൈകുന്നേരം ആ പരിപാടി രേവതി ചേച്ചി, വേറെ ദിവസം വന്നിട്ട് എന്ത് ചെയ്യാനാ, അവരവിടെ തന്നെ ഉണ്ടാവില്ലേ, രേവതി ചേച്ചിക്ക് വന്നാൽ എന്താ, കുറച്ച് നേരമല്ലേ പ്ലീസ് എന്ന് പറഞ്ഞ് മീര അപേക്ഷിക്കുവാണേ. അപ്പോഴേക്കും രേവതി പറയും, ആ ശരി എന്നാൽ ഞാൻ വരാം, അതല്ല പൂവൊക്കെ, അപ്പോൾ മീര പറയും, അതൊക്കെ രേവതി ചേച്ചി എന്നെ കടയിൽ നിന്നും കൊണ്ടുവന്നു എന്ന് പറയുവാണേ, ഇവിടെ എത്തുമ്പോഴേക്കും വിളിച്ചാൽ മതി, ഞാനപ്പോൾ എൻ്റെ വീട് പറഞ്ഞു തരാം എന്നൊക്കെ മീര പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണേ. അപ്പോൾ രേവതി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് രേവതിയും കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മീര മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഹോ ഈ ഒരു കാര്യം സമ്മതിപ്പിക്കാൻ തന്നെ എന്തോരം സമയമെടുത്തു, ഈ രേവതി ചേച്ചി ഇന്നൊരു ദിവസം ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നൊക്കെ ഓർത്ത് മീര ടെൻഷൻ അടിക്കുവാണേ. പിന്നെ കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി ട്രിപ്പൊന്നും അന്ന് ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്താ ഇന്ന് ട്രിപ്പൊന്നും ഓട്ടോ ഒന്നും വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ല രേവതി ഇന്നാരും വിളിച്ചിട്ടില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ വിളിക്കുമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, എന്നാൽ ശരി സച്ചിയേട്ടൻ ഇവിടെ ഇരിക്കുക, ഞാനിപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ സച്ചി പറയും, അല്ല രേവതി ഇന്ന് നീ പൂ കൊടുക്കാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇതെവിടെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ടേ, അതെ മീര വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സച്ചി ചോദിക്കും, മീരയോ, ഏത് മീര, അതാ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരത്തിയില്ലേ എപ്പോഴും ഈ വീട്ടിലൊക്കെ വരില്ലേ എന്ന് പറയുമ്പോൾ ആ പെണ്ണ്, അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും, അവളുടെ വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അവളെന്തിനാ നിന്നെ വിളിക്കുന്ന, നീ എന്തിനാ അവളുടെ വീട്ടിലോട്ടൊക്കെ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ആ ഒരു സഹായം വേണമെന്ന് പറഞ്ഞ് വിളിച്ചതാന്ന് പറയും. എന്ത് സഹായം, ഒരു സംബന്ധമില്ലാത്ത അവളുടെ വീട്ടിലൊക്കെ നീ എന്തിനാ രേവതി പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഒരു സഹായം സച്ചിയേട്ടാ, അവിടെ എന്തോ പൂകെട്ടൽ പഠിക്കണം എന്ന് മീരക്ക്, അപ്പോൾ ഞാനൊന്ന് പഠിപ്പിക്കാൻ വേണ്ടി പോകുവാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അതെന്താ അവൾ പൂക്കട വല്ലതും തുടങ്ങുന്നുണ്ടോ എന്ന് സച്ചി ചോദിക്കുവാണെങ്കിൽ സച്ചിക്ക് ഇഷ്ടമൊന്നുമില്ല രേവതി അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതൊക്കെ ശ്രുതി അവിടെ നിന്ന് മറഞ്ഞു നിന്ന് കേട്ടോണ്ടിരിക്കുവാണ് ഇവരുടെ സംഭാഷണമൊക്കെ. രേവതി പറയുന്നുണ്ട്, മീര താമസിക്കുന്ന സ്ഥലത്ത് പൂ കെട്ടുന്ന മത്സരം നടത്തുന്നുണ്ടെന്ന്, അപ്പോൾ പൂകെട്ടൽ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ അവളുടെ വീട്ടിലോട്ട് പോകുകയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, പൂ കെട്ടുന്നതിനൊക്കെ ഇപ്പം മത്സരമൊക്കെ ഉണ്ടോ, അപ്പോൾ തന്നെ രേവതിക്ക് അത് പിടിക്കില്ല. രേവതി പറയുന്നുണ്ട്, അതെന്താ കാർ ഓടിക്കുന്നതിനൊക്കെ മത്സരമുണ്ട്, പൂ കെട്ടുന്നതിന് മത്സരം വെച്ചൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഒളിമ്പിക്സിൽ ഈ പൂകെട്ടൽ മത്സരം കൂടി ചേർക്കാൻ പറയാമായിരുന്നല്ലോ. അപ്പോൾ രേവതി പറയും, അതൊക്കെ സച്ചിയേട്ടൻ ഇവിടെ ആലോചിച്ചിരുന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അവരോട്, ഞാനിപ്പോൾ പോയി അവളെ പഠിപ്പിച്ചിട്ട് പറ്റിയെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് അത് അത്ര പിടിക്കുന്നില്ല. സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി ഒരാളെ വിളിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോകുന്നത് എന്തിനാ, അവൾ നല്ല ഒന്നാം തരം കേടിയാ, അവളുടെ നാക്ക് നീ കണ്ടിട്ടില്ലല്ലോ, ഒരു പെണ്ണ് വിളിച്ചാൽ ഉടനെ തന്നെ നീ അങ്ങോട്ടേക്ക് ഓടിപ്പോകുമോ എന്നൊക്കെ സച്ചി ചോദിച്ചുകൊണ്ടിരിക്കുവാണേ. ഇതിലെന്തോ ഒരു പന്തികേടുണ്ടെന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ സച്ചിക്ക് മനസ്സിലായി ഇതിൽ എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഈ സച്ചിയുടെ എല്ലാത്തിലും സംശയമാണ്, ആ കുട്ടി എന്നെ വിശ്വസിച്ചിട്ട് ആ പേര് കൊടുത്തിരിക്കുന്നത്, ആ വിശ്വാസം ഞാൻ തെറ്റിക്കില്ല, ഞാൻ പോയി പഠിപ്പിച്ചിട്ട് പറ്റിയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, നിക്ക് രേവതി, ഒന്നാമത് ആ പാലറട്ടത്തിൻ്റെ കൂട്ടുകാരി, അങ്ങനെ ഇങ്ങനെയൊന്നും വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല, പാലറട്ടത്തിൻ്റെ ആൾക്കാരെ തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഞാനൊന്ന് പോട്ടെ, 2 മണിക്കൂറത്തെ കാര്യമല്ലേ, ഞാൻ ഭക്ഷണമൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവർ എഴുന്നേൽക്കുമ്പോൾ എടുത്ത് കൊടുക്കണം, പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇറങ്ങുവാണേ. അപ്പോഴും സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് പോകണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി വീണ്ടും എനിക്ക് പോകണം സച്ചിയേട്ടാ എന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അപ്പോൾ ശരി നീ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നീ ഏത് അഡ്രസ്സിൽ അവിടുത്തെ അഡ്രസ്സൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നെ, അത് മാത്രമല്ല ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പന്തികേട് തോന്നിയ ഞാൻ നിന്നെ വിളിക്കും, അപ്പം തന്നെ നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം എന്നൊക്കെ സച്ചി വാണിങ് കൊടുക്കുവാണേ. കാരണം സച്ചി തന്നെ പറയുന്നുണ്ട്, പാലറേട്ടത്തായിട്ടുള്ള ബന്ധമുള്ള ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ സച്ചി പറയുവാണ്. ഇതൊക്കെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ് ഈ സച്ചിയുടെ രേവതിയുടെ സംഭാഷണമൊക്കെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തിനെയാണ്. അവരും ജോലിക്ക് പോകാൻ റെഡിയായൊക്കെ കൊണ്ടിരിക്കുവാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് രേവതിയുടെ ഫുഡിനെയൊക്കെ പുകഴ്ത്തുന്നുണ്ട്. ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ രേവതി ചേച്ചി അവിടെ ഷെഫായിട്ട് നിർത്തണം, അപ്പോൾ നമുക്ക് നമ്മുടെ ഹോട്ടൽ നന്നായിട്ട് റൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ വർഷ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഓ അപ്പോൾ നിനക്ക് എന്നെ വിശ്വാസമില്ലേ, അപ്പോൾ പറയും രേവതി ചേച്ചിയാണ് എനിക്ക് കൂടുതൽ വിശ്വാസം എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇതുവരെ ജോലിക്ക് പോയില്ലേ, ഇന്നെന്താ താമസിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും, ഞങ്ങൾ പോകുന്ന സമയം ആകുന്നല്ലേ ഉള്ളൂ,
ശ്രുതിക്ക് എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് വേണേ ശ്രുതിയുടെ പ്ലാനൊക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അല്ല ഈ സമയത്തൊക്കെ ട്രാഫിക് ബ്ലോക്ക് അധികമായിരിക്കും, നിങ്ങൾക്ക് കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടി എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയും ഞങ്ങൾ ഇറങ്ങുകയാണ്. ശ്രുതി ചേച്ചി പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് അർജൻറ്റ് പുറത്ത് വർക്കുണ്ട്, ഞാൻ പിന്നെ പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ വരുവാണ്. രവീന്ദ്രൻ അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി ജോലിക്കൊക്കെ പോയോ മോളി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പോയി അച്ഛ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, ഞാൻ ഓർത്തു അവൻ ഇന്നും കിടന്നുറങ്ങുമെന്ന്, കുറച്ച് നാൾ നീ വേണം അവനെ ശ്രദ്ധിക്കാൻ, രാവിലെ എഴുന്നേൽപ്പിച്ച് വിടാനൊക്കെ, എന്നാൽ അവനൊരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവുള്ളൂ, ഉത്തരവാദിത്വം ഉണ്ടായാൽ മതി എന്നൊക്കെ പറയുവാണ് രവീന്ദ്രൻ. അപ്പോൾ ശ്രുതി ആലോചിക്കുന്നുണ്ട്, ഇനി ഈ അച്ഛൻ ഇവിടെ നിന്ന് എങ്ങനെ പറഞ്ഞു വിടും എന്നാണ് ശ്രുതി ആലോചിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്ര വരുവാണേ. ചന്ദ്ര വന്നിട്ട് പറയും, എനിക്ക് നല്ല തലവേദന, ആ രേവതി എവിടെ, ഒരു ചായ ഉണ്ടാക്കി തരാൻ പറയാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, രേവതി രാവിലെ തന്നെ കുറച്ച് മുമ്പ് പോയേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവേ. നേരം വെളുത്തപ്പോൾ തന്നെ അവൾ കറങ്ങാൻ ഇറങ്ങിയോ? അപ്പോഴേക്കും രവീന്ദ്രൻ പറയും, അവൾ വല്ലയിടത്തും പൂ കൊടുക്കാൻ പോയതായിരിക്കും, നിനക്ക് രേവതിയെ കുറ്റം പറയാതെ ഒരു നേരം പോലും ഇരിക്കാൻ പറ്റില്ലല്ലേ, ഒരു ചായയല്ലേ നിനക്കിട്ട് കുടിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ അടുക്കളയിലോട്ട് പറഞ്ഞു വിടുവാണേ. അപ്പോഴേക്കും ശ്രുതിയും പുറകെ പോകുന്നുണ്ട് ചന്ദ്രയുടെ. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അവരെ പുറത്താക്കാൻ വല്ല ഐഡിയയും കിട്ടിയോ ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, ഇല്ല ആൻറ്റി, എനിക്ക് തോന്നുന്നു അവർ ഒരാഴ്ച ഇവിടെ ഉണ്ടാവും എന്നാണ് തോന്നുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ഒരാഴ്ചയോ, അവരെന്താ ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കാമെന്ന് വിചാരിച്ചോ, ഞാൻ അവരെ ചീത്ത പറഞ്ഞ് ഇപ്പം തന്നെ ഓടിക്കാൻ പോവാന്ന് പറഞ്ഞ് ചന്ദ്ര പോകുമ്പോഴേക്കും ശ്രുതി പറയും, ആൻറ്റി ഒന്ന് നിൽക്ക്, ആൻറ്റി ഇപ്പം അവരെ പോയി ഓടിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവന്നത് സച്ചിയാണ്, സച്ചി വന്ന ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കും, എൻ്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കും, അതെന്താ ഐഡിയ? അത് പിന്നെ ഈ വീട്ടിൽ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞിട്ട് അവരെ ശ്രദ്ധിക്കാതെ വീട്ടിലുള്ള എല്ലാവരും പുറത്ത് കറങ്ങി നടന്നാൽ അവർക്ക് എന്ത് തോന്നും, ഞങ്ങളെ വന്നത് ഇഷ്ടമായില്ലല്ലോ അവർക്കെന്നൊക്കെ ഒരു മനസ്സിലൊരു ഫീൽ ഉണ്ടാവത്തില്ലേ ആൻറ്റി, അപ്പോൾ അവർ തന്നെത്താനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പൊക്കോളും എന്നൊക്കെ ശ്രുതി പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, ഈ ഐഡിയ കൊള്ളാം, പക്ഷെ അവരെ ഭയന്ന് ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും പോകണമെന്നാണോ നീ പറയുന്നത്? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ പോകണമെന്നല്ല, കുറച്ച് നേരത്തേക്ക്, രേവതി പോയി കഴിഞ്ഞു, സച്ചിയും കുറച്ച് നേരം കഴിഞ്ഞാൽ പോകും, അപ്പോൾ ഈ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ എനിക്ക് അവരോട് സംസാരിച്ച് ഞാൻ തന്നെ അവരെ പറഞ്ഞു വിട്ടോളാം ആൻറ്റി, അതിന് അച്ഛനെ ഇവിടെ നിന്നൊന്ന് മാറ്റണം എന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, അച്ഛനെ ഞാൻ എങ്ങനെ മാറ്റാനാ, ഏതെങ്കിലും അമ്പലത്തിലൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇരുത്താം ആൻറ്റി എന്നൊക്കെ ശ്രുതി പറയും. അമ്പലത്തിലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും ഒരു കുറച്ച് നേരം എനിക്ക് കിട്ടണം, എന്നാൽ എനിക്ക് അവരെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എനിക്ക് അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റത്തുള്ളൂ എന്ന് ശ്രുതി പറയുവാണേ. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.